യു.എസ്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി യു.എസ്. സുപ്രീം കോടതി വിധി. ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് നടത്തിയ പ്രവൃത്തികൾക്ക് മുൻ പ്രസിഡന്റുമാർക്ക് നിയമപരിരക്ഷയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത് മധു കൊട്ടാരക്കരയാണ്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് ഈവനിങ് ആണല്ലോ. ഇപ്പൊ ഈ ഒരു വിധി വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണല്ലോ. ഭാഗികമായ ഒരു നിയമപരിരക്ഷ, പ്രസിഡൻഷ്യൽ ഓഫീസിലിരുന്ന് ഔദ്യോഗികമായി ചെയ്ത കാര്യങ്ങൾക്ക് നിയമപരിരക്ഷയുണ്ട്. പക്ഷേ അനൌദ്യോഗികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ അതില്ല എന്ന് പറയുമ്പോൾ സ്റ്റോമി ഡാനിയൽസിന്റെ കേസിൽ നിയമപരിരക്ഷയില്ല. ഈ മറലോഗയിലേക്ക് ഡോക്യുമെന്റ്സ് മാറ്റിയ കേസുകളിലൊക്കെ പരിരക്ഷ ലഭിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. ഈ സ്റ്റോമി ഡാനിയൽസിന്റെ കാര്യത്തിൽ ട്രംപ് പറഞ്ഞത് ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അതായത് ട്രംപ് പറഞ്ഞത് ഒരു വക്കീലിന് ഫീസ് കൊടുത്തത് പിന്നെ പെയിന്റ് അടിച്ചതെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? രണ്ട്, ഈ ക്വിക്ക് ബുക്സിൽ ഈ അക്കൗണ്ട്സിൽ ഇത് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഹഷ്മണി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഇല്ലെന്നാണ് ട്രംപിന്റെ വാദം. ഇന്നത്തെ ഈ വിധിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുവാൻ ഒരുങ്ങുന്ന ഡൊണാൾഡ് ട്രംപിന് ഏറെ ആശ്വാസം പകരുന്ന ഒരു വിധിയാണ് ഇന്ന് യു.എസ്. സുപ്രീം കോടതിയിൽ നിന്ന് അല്പസമയം മുമ്പ് വന്നത്. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനങ്ങൾക്ക് ഭരണഘടനാ പരിരക്ഷയുണ്ട്. അതിന്റെ പേരിൽ ഡൊണാൾഡ് ട്രംപിനെ വിചാരണ ചെയ്യുവാൻ പാടില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗിക കാര്യങ്ങളിൽ ഇത്തരം പരിരക്ഷ ലഭിക്കുമ്പോൾ നേരത്തെ ക്രിസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യ തീരുമാനങ്ങൾക്ക് ഇത് ഉണ്ടാകില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. 2020 തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ തനിക്ക് നിയമപരിരക്ഷയുണ്ടെന്ന് ട്രംപിന്റെ നീണ്ടകാലത്തെ അവകാശവാദം കീഴ്ക്കോടതികൾ അംഗീകരിച്ചിരുന്നില്ല. ഈ കീഴ്ക്കോടതി തീരുമാനങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ ജഡ്ജിംഗ് പാനലിലെ 6 പേർ ട്രംപിന് അനുകൂലമായ നിലപാടെടുക്കുകയായിരുന്നു ചെയ്തത്. ഭാവിയിൽ വിചാരണ ഈ ഭയക്കാതെയും അതുപോലെ ഈ ന്യായമായി നീതിയുക്തമായും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുവാൻ യു.എസ്. പ്രസിഡന്റുമാർക്ക് സാധിക്കണമെന്ന് ഈ വിധി പ്രസ്താവിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് പറഞ്ഞു. ക്യാപിറ്റോൾ ഹിൽ കലാപത്തിന് കാരണമായത് ഉൾപ്പെടെ ട്രംപിന്റെ 4 പ്രവൃത്തികളാണ് കോടതി ആഴത്തിൽ ഈ വിധി പ്രസ്താവിക്കുവാൻ വേണ്ടി വിശകലനം ചെയ്തത്. ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വൻ വിജയമെന്നാണ് വിധിയെ സ്വാഗതം ചെയ്ത് ട്രംപ് പറഞ്ഞത്. ഒരു അമേരിക്കക്കാരനായതിൽ അഭിമാനിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. അതേസമയം യു.എസ്. പ്രസിഡന്റുമാർക്ക് ഭരണഘടനാ പരിരക്ഷ ഉണ്ടെന്നുള്ള ഈ സുപ്രീം കോടതി വിധിയെ അപലപിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അപകടകരമായ ഒരു മാതൃകയാണ് സുപ്രീം കോടതി വിധിയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ബൈഡൻ പറയുന്നത്. അമേരിക്കയിൽ രാജാക്കന്മാരില്ല, എല്ലാവരും തുല്യരാണ്, ആരും നിയമത്തിന് മുകളിലല്ലെന്ന് ബൈഡൻ പറയുന്നു. യു.എസ്. പ്രസിഡന്റ് പോലും. കൃഷ്ണ, സ്മിത. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ട്രംപിന് എന്തായാലും അതൊരു ആശ്വാസമാവുകയാണ്. നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിന് മുൻപ് വിചാരണ നടക്കുന്ന ഏക കേസ് സ്റ്റോമി ഡാനിയൽസുമായി ബന്ധപ്പെട്ട കേസാണ്. അത് അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന കേസാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി കാര്യങ്ങൾ? ഡെമോക്രാറ്റ് പാർട്ടി അംഗങ്ങൾ ജോ ബൈഡനെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിൽ നിന്ന് മാറ്റും എന്ന വാർത്തകളും ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ ഏതായാലും ട്രംപിന് അനുകൂലമായാണ് കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ എന്താണെന്ന് കണ്ടു തന്നെ അറിയണം.